ഉം, ചില സമയത്ത് നമ്മളിങ്ങനെ ഈ മനുഷ്യന്മാരൊക്കെ ആലോചിക്കുമ്പോഴും ഹിസ്റ്ററി എല്ലാം പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് ആലോചിക്കാറുണ്ടോ? ആ, എന്നും ആദ്യം ഒരു എംപയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലറിഷ് ആവുന്നു, പിന്നെ അതേ എംപയർ ഫോൾ ആവുന്നതും പഠിപ്പിച്ചിട്ട് ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കും. നെക്സ്റ്റ് അതേമാതിരി പുതിയ ചാപ്റ്റർ എടുക്കുമ്പോൾ പുതിയ എന്തെങ്കിലും എംപയർ, ഓക്കെ, ആ എംപയർ എമേർജ് ചെയ്യുന്നു, ഫ്ലറിഷ് ചെയ്യുന്നു, എഗെയിൻ ഇറ്റ് ഫോൾസ്, അല്ലേ? അങ്ങനെ ഇപ്പോൾ എത്ര കാലങ്ങൾ ഇവോൾവ് ചെയ്ത് നമ്മളിവിടെ നിൽക്കുമ്പോഴും നമ്മൾ തന്നെ ഓരോ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ, അതായത് ഒരു ഓൺ ദ ബേസിസ് ഓഫ് റിലീജൻ, ക്രീഡ്, സ്കിൻ കളർ, എത്ര വ്യത്യാസം നമ്മൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴും പുറത്ത് നോക്കുമ്പോൾ കാണുന്ന വ്യത്യാസങ്ങൾ, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അന്നും നമ്മുടെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ടല്ലോ, ഹൃദയമാണെങ്കിലും കിഡ്നി ആണെങ്കിലും ഓരോ ഡൈജസ്റ്റീവ് പാർട്സ്, ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ ആയിട്ടുള്ളൊരു ഫങ്ഷനിങ് ഉണ്ട്, അല്ലേ? അത് അന്നും ഇന്നും ഹാർട്ടിൻ്റെ വർക്ക് എന്താ? സെയിം, അല്ലേ? ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ കിഡ്നി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അന്നും ഇൻറ്റേർണൽ ഓർഗൻസ് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് മൃഗങ്ങളാണെങ്കിലും മൃഗത്തിൻ്റെ ഉള്ളിലും ഹാർട്ട് സെയിം ഫങ്ഷൻ ചെയ്യും, മനുഷ്യൻ്റെ ഉള്ളിലും സെയിം ഫങ്ഷൻ ചെയ്യും. അപ്പോൾ അവരുടെ ഫങ്ഷനും ആ പറഞ്ഞ ഇൻറ്റേർണൽ ഓർഗൻസും എല്ലാം മൃഗത്തിനും നമുക്കും എല്ലാം ഒന്ന് തന്നെയാണ്, അന്നും ഇന്നും എത്ര കാലങ്ങൾ പോയാലും. പക്ഷേ ഓരോ രീതിയിലുള്ള എംപയർസ് വന്നു പോയി, ഇല്ലെങ്കിൽ മനുഷ്യൻ പുറത്തുണ്ടാക്കിയിരിക്കുന്ന ഡിഫറൻസ് ഓരോ പ്രാവശ്യം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതെന്ന് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ലുക്ക് ഇൻ ടു യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്കെടുക്കാം. ദൈവം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ മാതിരിയാണ്. എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം, ആ ഒരു കോൺഷ്യസ്നെസ്, അത് സെയിം അല്ലേ? ആണ്. പക്ഷേ വ്യത്യാസം മനുഷ്യനായിട്ട് ഉണ്ടാക്കുക. പുറത്ത് നമ്മുടെ ഓരോ ശരീരം വ്യത്യസ്തമല്ലേ? പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ളിൽ ചെയ്യുന്ന ഓരോ അവയവങ്ങളും സെയിം ഡ്യൂട്ടിയാണ് ചെയ്യുന്ന ഓരോ മനുഷ്യനെങ്കിലും, സെയിം ചൈതന്യം, സെയിം കോൺഷ്യസ്നസ്, സെയിം എനർജിയാണ് എല്ലാവർക്കും ഉള്ളതെങ്കിലും പുറത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? മറ്റേ ഏതോ ഒരു രാജ്യക്കാർ വേറെ കളറ്, മറ്റേ ഒരു രാജ്യക്കാർ ഓരോ ഡിഫറൻസ് അല്ലേ? കളറിൽ വ്യത്യാസം,